ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ഞങ്ങളുടെ പുതിയ യാത്രയെ കുറിച്ച്. ആലപ്പുഴയിലേക്കാണ് ഈ തവണത്തെ യാത്ര. പോകുന്ന വഴി എറണാകുളത്തെ 2-3 ഹിഡൻ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. കൊച്ചിയിൽ ഇന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് നീങ്ങാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നെടുമ്പാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പറവൂരിലേക്കുള്ള വഴിയിൽ കയറിയിരിക്കുകയാണ്. ചെറായി ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെയാണ് ആദ്യത്തെ ഹിഡൻ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പറവൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ടൗൺ കഴിഞ്ഞതിന് ശേഷം റോഡിൻ്റെ 2 സൈഡിലും കായൽ കാണാൻ സാധിക്കും. ചെറായി ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ചെറായിലേക്കുള്ള ഗേറ്റ് വേ തന്നെയാണ് കേട്ടോ ഈ 2 സൈഡിലുള്ള കായൽ. ഇവിടെ ഒരു ചൈനീസ് ഫിഷിംഗ് നെറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഷിക്കാറോ ബോട്ട് കാണാൻ പറ്റും. നല്ല ലുക്കാണ് കേട്ടോ ഈ ബോട്ട് കാണാൻ. ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തൊക്കെയാണ്. ഇതാണ് കേട്ടോ ചെറായി ബീച്ച്. സമയം ഇപ്പോൾ ഉച്ചയായി. ഈ ബീച്ചിന് ഓപ്പോസിറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കണ്ട്. അപ്പോൾ ആ ബോർഡ് നോക്കി ഞങ്ങൾ അകത്ത് കയറി. ഒരു ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും. പിന്നീട് ഇപ്പുറത്തെ ഒരു വീടുണ്ട്. ആ വരുന്ന അദ്ദേഹമാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഫിഷ് മീൽ ഓർഡർ ചെയ്തു. ചോറിൻ്റെ മേലിൽ മീൻചാറ്, പപ്പടം, പിന്നെ 2-3 കൂട്ട്, ഒരു അടിപൊളി സീ ഫുഡ് മീൽ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടിക്കകത്ത് കയറി. ഞങ്ങളിനി പോകുന്നത് കുഴുപ്പില്ലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ 2-3 ഐലൻഡുകളുണ്ട്. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. കുഴുപ്പില്ലി പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് വേറെ വഴിയിൽ കയറി. ഈ വഴിയുടെ 2 സൈഡിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ മുഴുവൻ കായലാണ് കേട്ടോ. ഏതോ ഗ്രാമത്തിലേക്ക് പോകുന്ന ചെറിയ വഴിയാണിത്. അത് അവിടെ ഒരാൾ മീൻ പിടിക്കാൻ വേണ്ടി വല വീശുകയാണ്. ഞങ്ങൾ ഈ സ്ഥലത്തിന് ഡ്രോൺ വിഷലും എടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഏരിയൽ വ്യൂ ഒന്ന് കണ്ടിട്ട് പോവാം. അങ്ങനെ ഡ്രോണൊക്കെ വിട്ട് കുഴുപ്പില്ലി ലക്ഷ്യമാക്കി മുന്നോട്ട് പോവാണ്. പോകുന്ന വഴി ഇവിടെ ചെമ്മീൻകെട്ട് കാണാൻ സാധിക്കും. ചെമ്മീനും മറ്റേ മീനുകൾ വളർത്തുന്ന സ്ഥലമാണത്. ഒരു പാടത്തിൽ നിന്ന് മറ്റേ പാടത്തേക്ക് വെള്ളം പാസ് ചെയ്ത് ഇടുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. ചെറായി ബീച്ചിൻ്റെ അടുത്തായിട്ട് നല്ല കുറേ റിസോർട്ടുകൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിപ്പോൾ കുഴുപ്പില്ലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കായലിൻ്റെ നടുക്കിലുള്ള 2-3 ഐലൻഡുകളാണ് കേട്ടോ. ഇത് നേരിട്ട് കാണുന്നേക്കാളും ഭംഗി ഡ്രോണിലൂടെ കാണുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് റീൽസ് കാണാൻ സാധിക്കും. അങ്ങനെ കുഴുപ്പിലിത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. ഞങ്ങളിനി പോകുന്നത് കടമക്കുടി എന്ന് പറഞ്ഞ മറ്റൊരു അടിപൊളി സ്ഥലത്തേക്കാണ്. അങ്ങനെ ഞങ്ങൾ കടമക്കുടി എന്ന് പറയുന്ന മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഓപ്പൺ എയർ ജിമ്മൊക്കെ കാണാൻ സാധിക്കും. കൊച്ചി നഗരത്തിലെ തിരക്കുകൾ മാറ്റി നിർത്തി വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു ശാന്തമായ സ്ഥലമാണ് കേട്ടോ. 14 ദ്വീപുകളും കൂടെ ചേർന്ന് ഒരു വലിയ ഏരിയ തന്നെയാണ് കേട്ടോ കടമക്കുടി.
ഈ കടമ്പക്കുടി എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ചെമ്മീൻ കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ സ്ഥലത്തിലേക്ക് വരാൻ പറ്റിയ സമയം സൺസെറ്റിൻ്റെ സമയത്താണ് കേട്ടോ. പിന്നെ ആൾക്കാരില്ലാത്ത സമയം നോക്കി വരാണെങ്കിൽ സൺറൈസിൻ്റെ സമയമാണ് കേട്ടോ ബെസ്റ്റ്. കൊച്ചി സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ സ്ഥലം. അങ്ങനെ കടമ്പക്കുടിയിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാണ്. ഇനി ആലപ്പുഴ പോകുന്ന വഴി വേറൊരു സ്ഥലമുണ്ട്, കുമ്പളങ്ങി എന്ന് പറയുന്ന വേറൊരു കിടിലൻ സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. NH66 കൂടെ പോയിക്കൊണ്ടിരിക്കുക. വഴിപണിയൊക്കെ കാണാൻ സാധിക്കും. ലുലു ഗ്രൂപ്പിൻ്റെ ഹെഡ് ഓഫീസാണ് കാണുന്നത്. എടപ്പള്ളിയിലാണ് കേട്ടോ. നമുക്കറിയാം ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യയുടെ പല ഭാഗത്തും കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ജംഗ്ഷൻ അറിയപ്പെടുന്ന എടപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂരത്തെ സിൽക്ക് ബോർഡ് ജംഗ്ഷൻ പോലെ തന്നെ ഇവിടെ എറണാകുളംകാരുടെ സിൽക്ക് ബോർഡ് ആണ്. ഞങ്ങളിപ്പോൾ കുണ്ടന്നൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് വില്ലിംഗ്ടൺ ഐലൻഡ് വഴിയാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിന്ന് കുമ്പളങ്ങിയിലേക്ക് ഏകദേശം 13 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പാലം കയറിക്കൊണ്ടിരിക്കുക. കൊച്ചി നഗരത്തിലെ ഒരു നേവൽ ബേസാണ് കേട്ടോ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ അതാ കാണുന്നു കുമ്പളങ്ങിയിലത്തെ കാഴ്ചകൾ. ഇവിടെയും ഈ ബാക്ക് വാട്ടർ സംഭവങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വരമ്പിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കയറി വരുമ്പോൾ തന്നെ ഒരു ചെമ്മീൻകെട്ട് കാണാം. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കടമ്പക്കുടി, കുമ്പളങ്ങി എന്നിവ സ്ഥലങ്ങൾ. നിരനിരയായിട്ട് ചൈനീസ് ഫിഷിംഗ് നെറ്റുകളിലൂടെ കാണാൻ പറ്റും. കുമ്പളങ്ങി എന്നറിയപ്പെടുന്ന കുറേ ലൊക്കേഷനുകൾ ഗൂഗിൾ മാപ്പിൽ കാണാൻ സാധിക്കും. എന്നാൽ ഞങ്ങൾ ചൂസ് ചെയ്ത ലൊക്കേഷന് കണ്ടക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഐലൻഡ് തന്നെയാണ് കേട്ടോ. ഐലൻഡിൽ ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണല്ലേ, പ്രത്യേകിച്ച് ഈ സൺസെറ്റ് സമയത്ത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കടമ്പക്കുടിയേക്കാളും ഇഷ്ടപ്പെട്ടത് കുമ്പളങ്ങിയാണ് കേട്ടോ. ആ ഗോൾഡൻ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു കിടിലൻ സ്ഥലം. വീണ്ടും ആ ചെമ്മീൻകെട്ട് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ഇനി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കാണ്. ഇത് സൂര്യനവിടെ കായലിൽ അസ്തമിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. ഇവിടെ ഒരാൾ റോഡ് സൈഡിൽ ഉണക്ക ചെമ്മീൻ വിൽക്കുന്നത് കണ്ടു. കണ്ടക്കടവ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര്. അങ്ങനെ കുമ്പളങ്ങിയിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് ആലപ്പുഴയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട്.
അങ്ങനെ നീണ്ട യാത്ര ചെയ്ത് ഇരുട്ടായപ്പോൾ അർത്തുങ്കലിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ആൻഡ്രൂസ് ചർച്ചിനോട് എത്തിയിരിക്കുകയാണ്. സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ ഇത്. 16th സെഞ്ച്വറിയിൽ പോർച്ചുഗീസ് മിഷനറീസ് ആണ് ഈ പള്ളി നിർമ്മിച്ചത്. കേരളത്തിലൊരു ഫേമസ് പള്ളിയും കൂടിയാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എറണാകുളത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആലപ്പുഴയിലത്തെ കിടിലൻ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.